സ്കൂൾ കോളേജ് എല്ലാവിധ യൂണിഫോമുകളും ഗുണനിലവാരത്തോടെ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം ലക്ഷ്മി സിൽക്സ്, താളം തിയേറ്ററിന് സമീപം ഓട്ടുപാറ. വും ഗുണമേന്മയുള്ളതുമായ മത്സ്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് പീച്ചി മത്സ്യഭവന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന മൺസൂൺ മത്സ്യ സമൃദ്ധി 2026 പരിപാടിയുടെ ഭാഗമായി മത്സ്യ വിളവെടുപ്പ് നടത്തി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വെള്ളം നന്നായിട്ട് തെറിക്കും, മണം ഒന്നപ്പിക്കാൻ പറ്റുള്ളൂ. തന്നെയാണ് എന്നും നമ്മൾ എല്ലാ കുളങ്ങളിലും അതുപോലെ തന്നെ പടുത കുളത്തിലും ടാങ്കിലും ഒക്കെ തന്നെ മത്സ്യ കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ഞാനും അതുപോലെ ഇവരിൽ ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെയെല്ലാം നിക്ഷേപിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇത്ര കാലം ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ സംരക്ഷിച്ചുകൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ അതിനെ പരിപാലിച്ചുകൊണ്ട് ഒരു അസുഖവും ഇല്ലാതെ അതുപോലെ തന്നെ ഒരു ആപത്തില്ലാത്ത തരത്തിൽ അതിനെയൊന്നും മറ്റ് പക്ഷികളോ വേറൊന്നും ഉപദ്രവിക്കാതെ പിടിച്ചുകൊണ്ട് പോവാതെ അതിനെ സംരക്ഷിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ അതിനോട് സ്നേഹമുണ്ടെങ്കിൽ തന്നെയാണ് അത്തരം പ്രൊജക്റ്റുകളെയും അങ്ങനെയുള്ളൊരു പ്രവർത്തനം നടത്താനായിട്ട് കഴിയുള്ളൂ. അതിനെ സ്നേഹിക്കണം. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ മുണ്ടത്തിക്കോട് കോട്ടപ്പറമ്പ് മത്സ്യ കർഷകനായ വിവേക് ടി കെ നടത്തുന്ന പടുത യൂണിറ്റിലാണ് വരാൽ മത്സ്യവിളവെടുപ്പ് നടത്തിയത്. ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി 2025-26 പദ്ധതിയിലെ ഗുണഭോക്താവാണ് ഇദ്ദേഹം. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PG സനീഷ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ നിതിൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി, ഡിവിഷൻ മെമ്പർമാരായ ശ്രുതി സതീശൻ, MM മഹേഷ്, ഫിഷറീസ് ഓഫീസർ ധന്യ സണ്ണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. മത്സ്യകൃഷിയിലൂടെ മികച്ച മാതൃക സൃഷ്ടിച്ച ഇദ്ദേഹം മത്സ്യകൃഷി മേഖലയിലെ മറ്റ് കർഷകർക്കും പ്രചോദനമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. You are watching VCV News.